ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ 2025 CSIR നെറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജൂൺ മാസത്തിൽ നടന്ന നെറ്റ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇതാണ്: ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം വെക്ടർ ആൻഡ് ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഈസ് √6 times h cut. So the smallest possible angle between its orbital angular momentum vector and the z-axis is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തേക്കാം. കാരണം ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ ആംഗുലർ മൊമെന്റം എന്ന കൺസെപ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിന്റെ കാര്യവും പറയുന്നുണ്ട്, അതുപോലെ തന്നെ z ആക്സിസിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ശരിക്കും നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് ക്വിക്ക്ലി ഒരു ഷോർട്ട് ക്ലാസ്സിലൂടെ നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക് തിങ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആംഗുലർ മൊമെന്റം വെക്ടറിനെ നമ്മൾ എൽ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ഫിസിക്സിൽ എൽ എന്ന ലെറ്റർ തന്നെയാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് എൽ ക്യാപ് എന്ന ടേമാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. സോ ദ തിങ് ദാറ്റ് വി നോ ഈസ് എൽ ഓപ്പറേറ്റർ സൈ എന്ന വേവ് ഫംഗ്ഷൻ അല്ലേ. നമുക്കൊരു വേവ് ഫംഗ്ഷൻ സൈ ഉണ്ടെങ്കിൽ എൽ ഓപ്പറേറ്റർ സൈയിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂ √L+1 ടൈംസ് h കട്ട് എന്നുള്ള ഐഗൻ വാല്യൂ ആണ് കിട്ടുക. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ സൈൻ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഐഗൻ വാല്യൂ ഇക്വേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ആൻ ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ എ വേവ് ഫംഗ്ഷൻ ടു ഗിവ് യു ദ വേവ് ഫംഗ്ഷൻ ബാക്ക് along with a constant and usually we call the constant as eigen value. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. സിമിലർലി ഈ പറയുന്ന നമ്മുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന് പല കമ്പോണൻസ് ഉണ്ടാവും അല്ലെ. ഈ വെക്ടറിന് ഒരു എക്സ് കമ്പോണന്റ് ഉണ്ടാകും, വൈ കമ്പോണന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ സെഡ് കമ്പോണന്റ് ഉണ്ടാവും. ഫൈൻ. സോ നമ്മൾ ഓപ്പറേറ്ററിന്റെ സിറ്റുവേഷനിൽ പറയുമ്പോഴും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ് LZ ഓപ്പറേറ്റർ. ഓക്കെ, എന്ന് വെച്ചാൽ ആംഗുലർ മൊമെന്റത്തിന്റെ Z കമ്പോണന്റ് എന്നൊരു ഓപ്പറേറ്റർ. അത് ആക്ച്വലി വേവ് ഫംഗ്ഷൻ സൈഡിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി നിങ്ങളുടെ ഒരു ഐഗൻ ഓപ്പറേറ്ററും ഒരു ഐഗൻ ഫംഗ്ഷനും ഒരു ഐഗൻ ഇക്വേഷനുമാണ്. സോ ഹിയർ ഓൾസോ വിൽ ഗെറ്റ് ദ വേവ് ഫംഗ്ഷൻ സൈ ബാക്ക് along with an ഐഗൻ വാല്യൂ MH കട്ട്. ഓക്കെ, സോ ഇവിടുത്തെ ഐഗൻ വാല്യൂ MH കട്ടാണ്. ഇത് രണ്ടും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. വിച്ച് മീൻസ് ദാറ്റ് നിങ്ങളുടെ എൽ ഓപ്പറേറ്ററിന്റെ ഐഗൻ വാല്യൂ ഈ കാണുന്നതാണ്, LZ ഓപ്പറേറ്ററിന്റെ MH കട്ടുമാണ്. ഇതിന്റെ സ്ക്വയേഴ്സും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, സോ L² ഓപ്പറേറ്റർ സൈഡിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഗൻ വാല്യൂ ഡയറക്ട്ലി സ്ക്വയർഡ് ആകും. സോ വാട്ട് യു ക്യാൻ സീ ഈസ് ഐഗൻ വാല്യൂ എന്താ കിട്ടുക? L+1 ടൈംസ് h കട്ട് സ്ക്വയർ ഇൻറ്റു സൈ. ക്ലിയർ അല്ലേ? ഐഗൻ വാല്യൂ ഡയറക്ട്ലി സ്ക്വയർഡ് ആയി. സിമിലർലി LZ ഓപ്പറേറ്ററിന്റെ സ്ക്വയർ ആണ് സൈയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് m² h കട്ട് സ്ക്വയർ ടൈം സൈ എന്നുള്ളതായിരിക്കും. സോ ഇവിടെ നിങ്ങളുടെ ഐഗൻ വാല്യൂ സ്ക്വയർഡ് ആകുന്നതായിട്ട് കാണാം. സോ ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങളുടെ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്ററും അതിന്റെ Z കമ്പോണന്റുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അപ്പോൾ നമുക്കൊരു ചെറിയ ക്വിക്ക് എക്സാമ്പിൾ നോക്കാം. സോ ഇമാജിൻ ദാറ്റ് യു ഹാവ് S ഓർബിറ്റൽ. S ഓർബിറ്റലിന്റെ കേസിൽ നമുക്കറിയാം L വാല്യൂ 0 ആണ് അല്ലേ. L വാല്യൂ 0 ആണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ ഐഗൻ വാല്യൂ √0 ഇൻറ്റു ഇനി ബാക്കി എന്തൊക്കെ ചെയ്താലും ആൻസർ 0 തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ നമ്മൾ പറയും നിങ്ങളുടെ S ഓർബിറ്റലിന്റെ കേസിൽ ആംഗുലർ മൊമെന്റം 0 ആണ്. നമുക്കത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മുടെ S ഓർബിറ്റൽ ആക്ച്വലി സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്. സോ അവർക്കൊരു ആംഗുലർ മൊമെന്റം യൂഷ്വലി നമ്മൾ കാണാറില്ല. ഫൈൻ. സിമിലർലി S ഓർബിറ്റലിന്റെ കേസിൽ L 0 ആണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങളുടെ M 0 ആയിരിക്കണ്ടേ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ LZ ഓപ്പറേറ്റർ സൈഡിൽ ആക്ട് ചെയ്താൽ കിട്ടാൻ പോകുന്ന റിസൾട്ടും 0 h കട്ട് 0 തന്നെയാണ്. ഫൈൻ. ഇനി അതേസമയം P ഓർബിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സിറ്റുവേഷൻസിന് ചെറിയ ചേഞ്ചുകളുണ്ട്. P ഓർബിറ്റിലെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ P ഓർബിറ്റിലെ കേസിൽ L വാല്യൂ 1 ആണ്. ഓക്കെ, അങ്ങനെ L വാല്യൂ 1 ആണെങ്കിൽ അതിപ്പോൾ 2P ആകാം, 3P 4P വാട്ട് എവർ. N വാല്യൂ നമ്മൾ നോക്കുന്നില്ല, കാരണം ഇവിടെ എക്സ്പ്രഷനകത്ത് നിങ്ങൾ N എന്ന ക്വാണ്ടം നമ്പർ കാണുന്നില്ലല്ലോ. ആകെ L M അല്ലേ ഡിസ്കഷനിൽ വരുന്നുള്ളൂ. സോ ലെറ്റ് ദാറ്റ് ബി 2P 3P or 4P വാട്ട് എവർ. ഓക്കെ, സോ ഇഫ് L is equal to 1, what you can say is the orbital angular momentum operator acting on wave function psi will give you an eigenvalue L value 1 ആണല്ലോ. So 1 into 1 plus 1 times psi. So the eigenvalue is just √1 into 1 plus 1 times h cut. Okay, so √2 h cut ആണ് നിങ്ങളുടെ eigenvalue. ആരുടെ eigenvalue? L ഓപ്പറേറ്ററിന്റെ eigenvalue √2 h cut ആണ് കാണാനായിട്ട് കഴിയും. Fine. Similarly, if I am to take the LZ operator acting on psi, now you have multiple options. സോ അതാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സൊല്യൂഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നത് 3 ക്വാണ്ടം നമ്പേഴ്സ് N, L, M എന്നുള്ളവയാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും the magnetic quantum number M actually shows in how many ways or in what all possibilities it is possible for you to arrange the vector. അല്ലെ, നിങ്ങളുടെ ഒരു ഓർബിറ്റലിന് ഏതൊക്കെ തരത്തിലാണ് ആക്ച്വലി നിങ്ങളുടെ സ്പേസിൽ ഓറിയന്റ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ് LZന്റെ ഐഗൻ വാല്യൂ ആയിട്ടുള്ള MH കട്ടിലെ M പറയുന്നത്. Okay, so if I am to consider that
സിനാരിയോ ഞാൻ അതിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇമാജിൻ ദാറ്റ് യു ഹാവ് ഐഗൻ വാല്യൂ എൽ. അപ്പോൾ നിങ്ങളോട് കാണുന്ന ഐഗൻ വാല്യൂ അല്ല, എൽ വാല്യൂ 1 ആണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു ഹാവ് എം വാല്യൂസ് +1, 0, -1. ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഓർബിറ്റലിന് സ്പേസിൽ 3 തരത്തിൽ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കാറുണ്ടല്ലേ, എന്താണ് നിങ്ങളുടെ 0 എന്ന ക്വാണ്ടം നമ്പർ കാണിക്കുന്നത് PZ ഓർബിറ്റലിനെയാണ്. അതുപോലെ +1 ഉം -1 ഈ രണ്ടാൾക്കാരും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലൂടെ അല്ലെ, ഈക്വൽ പ്രോബബിലിറ്റി വെച്ച് നമ്മൾ പറയാറുണ്ട്, അവർ PXനെയും PYനെയും കാണിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരിക്കലും +1 PXനെ കാണിക്കുന്നു, -1 PYനെ കാണിക്കുന്നു അങ്ങനെ പറയാൻ കഴിയില്ല. സോ അതൊരു വേറൊരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. സോ ഓവറോൾ +1, 0, -1 എന്നീ 3 ആൾക്കാർ PX, PY, PZ എന്നീ 3 ഓർബിറ്റലുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈൻ. ആൻഡ് ജസ്റ്റ് ടേക്കിംഗ് വൺ മോർ സിനാരിയോ ദാറ്റ് ഇഫ് യു ഹാവ് ഡി ഓർബിറ്റലിന്റെ കേസിൽ നിങ്ങളുടെ എൽ വാല്യൂ എത്രയാണ്? ഇത് 2 ആണ് അല്ലേ, അങ്ങനെ 2 ആണ് എൽ വാല്യൂ എന്നുണ്ടെങ്കിൽ, സോ എൽ ഓപ്പറേറ്റർ ആക്ടിംഗ് ഓൺ വേവ് ഫംഗ്ഷൻസ് ഐ വിൽ ഗിവ് യു √2 × 2 + 1 2 × 3 ടൈംസ് h². സോ √6 h² എന്നൊരു എന്താണ് ആംഗുലർ മൊമെന്റത്തിന്റെ ഐഗൻ വാല്യൂ ആണ് നിങ്ങൾക്ക് ഡി ഓർബിറ്റൽ കേസിൽ കിട്ടുന്നുണ്ടാവുക. സിമിലർലി നിങ്ങളുടെ LZന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടാം? LZന്റെ വാല്യൂസ് 2h² കിട്ടാം, അല്ലെങ്കിൽ 1h² കിട്ടാം, അല്ലെങ്കിൽ 0h² ഓർ -1h² ഓർ -2h². ഓക്കെ, ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമുക്ക് LZന്റെ കേസിൽ കിട്ടാൻ സാധ്യതയുള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദ ഓർബിറ്റൽ. സോ ഹാവിംഗ് സെഡ് ദാറ്റ്, അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും തൊട്ട് മുന്നത്തെ സിറ്റുവേഷനകത്ത് LZ ആക്ടിംഗ് ഓൺ psi ഇൻ ദ കേസ് ഓഫ് P ഓർബിറ്റൽ ക്യാൻ ഗിവ് യു ഐദർ +1h² ഓർ 0h² ഓർ -1h². ഈ 3 പോസിബിലിറ്റീസ് ആണ് ആക്ച്വലി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ക്വസ്റ്റ്യനിലാണല്ലോ നമ്മുടെ മെയിൻ ഫോക്കസ് പോവേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം വെക്ടർ ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഈസ് √6h². അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ആളാണല്ലേ √6h². ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം വെക്ടറിന്റെ വാല്യൂ ആയിട്ട് പറയുന്നത് എത്രയാണ്? √6h² ആണ്. So the thing that you can understand from this very statement is nothing but the quantum mechanical system that has been described in this question is nothing but a simple d orbital. Okay, we don't know whether that is 3D, 4D, 5D, and even that information doesn't matter as well. Okay, so 3D, 4D, 5D, whatever, ഒരു d orbital ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. and ആ d orbitalന്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? √6h² ആണ്. സോ ഇത്രയും ഭാഗം വരെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള തിയറിയാണ് നമ്മൾ ഈ സമയത്തുള്ള പറഞ്ഞിട്ടുള്ളത്. സോ മൂവിങ് ഫോർവേഡ്, ദ സ്മോളസ്റ്റ് പോസിബിൾ ആംഗിൾ ബിറ്റ്വീൻ ഇറ്റ്സ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം വെക്ടർ ആൻഡ് ദ z axis. So now the second part is something that is connected with the angle between your z axis as well as the orbital L. So നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ ആ തിയറി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളോട് നോക്കാം. So let us consider the same vector. Okay, I am given with a vector L. ഞാൻ അതിനെ L എന്ന് കൊടുക്കുകയാണ്. സോ നിങ്ങളുടെ എല്ലിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് സ്പേസിലെ അറേഞ്ച്മെന്റുകൾക്കും പല പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് അത് പറയുന്നതിന്റെ ബേസിസ് എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ എൽ ഓർബിറ്റിൽ കാണുന്നതിനൊപ്പം തന്നെ ഞാൻ ഇവിടെ z ആക്സിസ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ കൺസിഡർ ദാറ്റ് ദിസ് ഇസ് മൈ z ആക്സിസ്. എന്നെ z ആക്സിസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ എൽ ഓർബിറ്റലിനെ ഏതൊക്കെ തരത്തിൽ അറേഞ്ച് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതാണല്ലോ ശരിക്കും എൻ്റെ എം വാല്യൂയുടെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമുക്കൊന്നുകൂടെ ആലോചിച്ച് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ തന്നെ √6h² എന്ന ഒരു ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം വാല്യൂ നിങ്ങൾക്ക് തരുന്ന ആ സിസ്റ്റം ഡി ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ യു നോ ദാറ്റ് ദ എം വാല്യൂസ് ക്യാൻ ബി +2, +1, 0, -1 ഓർ -2. ഈ 5 പോസിബിലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വിച്ച് ഷോസ് ദാറ്റ് ദിസ് ഓർബിറ്റൽ, ഓക്കെ, it shows that this vector can arrange in 5 different ways. 5 വ്യത്യസ്ത തരത്തിൽ സ്പേസിൽ അറേഞ്ച് ചെയ്യേണ്ട കഴിയും എന്നാണ് നിങ്ങളുടെ ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആക്ച്വലി വെക്ടർ ലെങ്ത് ആണ്. അത് നമുക്കറിയാം √6h² തന്നെയാണ്. ഓക്കെ, സോ ഈ √6h² എന്ന ലെങ്ത് മാറ്റാതെ എൻ്റെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എൻ്റെ ഈ വെക്ടറിന് സ്പേസിൽ പലതരത്തിൽ അറേഞ്ച് ചെയ്യാൻ കഴിയും. എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ കഴിയുക? 5 തരത്തിൽ അറേഞ്ച് ചെയ്യാൻ കഴിയുക. സോ മേക്ക് ഷുവർ ദാറ്റ് ആ 5 തരത്തിലെ അറേഞ്ച്മെന്റുകൾ തരുന്ന എം വാല്യൂസ് +2, +1, 0, -1, -2 ആയിരിക്കണം. ഓക്കെ, സോ നൗ ദ തിങ് ഈസ് ഗെറ്റിംഗ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ബട്ട് നോട്ട് ടു മച്ച്. സോ എൽ എന്ന വെക്ടർ തരുന്ന ഐഗൻ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √6h² ആണെങ്കിൽ നമുക്കറിയാം LZ തരാനായിട്ട് പോകുന്ന ഐഗൻ വാല്യൂസ് എന്തൊക്കെയാണ്? അത് 2h² ആണ്, അത് 1h² ആണ്, അത് 0h² ആണ്, -1h² ആൻഡ് -2h². സോ ഇത്രയും ഐഗൻ വാല്യൂസ് LZ തരുന്ന തരത്തിൽ മാത്രമേ നിങ്ങളുടെ വെക്ടറിന് അറേഞ്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഈ എൽ എന്ന് പറയുന്ന വെക്ടറിന്റെ സെഡ് കമ്പോണന്റ് ആണ് ശരിക്കും എൽ സെഡ് അല്ലെ. നമ്മൾ ഫിസിക്സിൽ ബേസിക്കലി പഠിക്കുന്ന കാര്യമാണ് ഒരു വെക്ടറിന്റെ റെസൊല്യൂഷൻ. ഇഫ് യു ഹാവ് എ വെക്ടർ ഇൻ ദ 3D കാർട്ടീഷ്യൻ സ്പേസ്, ഒരു നിങ്ങളുടെ 3D കാർട്ടീഷ്യൻ കോഓർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു റിസോൾവ് ദ വെക്ടർ ഇൻ ടു ദ 3 കമ്പോണൻസ് Lx, Ly ആൻഡ് Lz. ഓക്കെ, നിങ്ങളുടെ 3 ഡയറക്ഷൻസിലേക്ക് നിങ്ങൾ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് കഴിയും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഞാനൊരു വെക്ടർ ചൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം എൻ്റെ എല്ലിനെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ എൽ എന്ന വെക്ടറിന്റെ സെഡ് കമ്പോണന്റ് ഇതാണ്. ഓക്കെ, സെഡ് ആക്സിസ് ഇതാണ്. സോ നമ്മൾ പറയും സെഡ് കമ്പോണന്റ് എന്നുള്ളത് ശരിക്കും എൻ്റെ വെക്ടറിന്റെ പ്രൊജക്ഷൻ ഓൺ ദാറ്റ് ആക്സിസ്. ഓക്കെ, സോ ഇഫ് ഐ ഹാവ് വെക്ടർ ആൻഡ് ദ സെഡ് കമ്പോണന്റ് ഓഫ് ദാറ്റ് വെക്ടർ ഇസ് നത്തിങ് ബട്ട് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ ഓൺ സെഡ് ആക്സിസ്. അപ്പോൾ പ്രൊജക്ഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളൊരു ക്ലാസിക്കൽ അനലോഗ് ഇതാണ്. നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യുന്നു, നേരെ എൽ വെക്ടറിന്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നിൽക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു ടോർച്ച് നിങ്ങളുടെ കയ്യിലുണ്ട്, ഓർ ഒരു ലൈറ്റ് സോഴ്സ്. നിങ്ങൾ ആ ലൈറ്റ് ഇവിടെ നിന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെക്ടറിന്റെ മേലെ പോയി പതിച്ചു കഴിഞ്ഞാൽ അത് സെഡ് ആക്സിൽ പോയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന നിഴലുണ്ടല്ലോ, ആ നിഴലാണ് ശരിക്കും അതിൻ്റെ സെഡ് ആക്സിലെ പ്രൊജക്ഷൻ എന്ന് പറയാനായിട്ട് കഴിയും. ഓക്കെ, സോ തിങ് ഈസ്, ഞാൻ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെഡ് ആക്സിസിലേക്ക് പ്രൊജക്ഷൻ ഒന്നും പോകാനില്ലല്ലോ. സോ എനിക്ക് എന്ത് പറയാനായിട്ട് കഴിയും, ഇതിൻ്റെ സെഡ് കമ്പോണന്റ് ആക്ച്വലി തരുന്നത് 0h കട്ട് എന്നൊരു ഐഗൻ വാല്യൂ ആണ്. 0h കട്ട് എന്ന ഐഗൻ വാല്യൂ ആണ്. അപ്പോൾ ആരൊക്കെ മാച്ചായി അങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്ക് 0h കട്ട് ഐഗൻ വാല്യൂ കിട്ടണം. സോ 0h കട്ട് ഐഗൻ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ വെക്ടർ ഇത്തരത്തിലാണ് ഫസ്റ്റ് അറേഞ്ച് ആവേണ്ടത്. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കുമ്പോൾ 1h കട്ട് ഐഗൻ വാല്യൂ കിട്ടണം. ഓക്കെ, 1h കട്ട് ഐഗൻ വാല്യൂ കിട്ടണം. അപ്പോൾ 1h കട്ട് ഐഗൻ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ഇതിനെ 0 എന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, നോക്കി, ഈ പോയിന്റ് ഒറിജിൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ 0h കട്ട് എന്നതിനെ പറഞ്ഞത്. ഇനി 1h കട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് എൻ്റെ ലെങ്ത്. ഓക്കെ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് 1 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഓക്കെ, ഇതാണ് 1h കട്ട്. അങ്ങനെയെങ്കിൽ ഏകദേശം ഇവിടെ ആയിരിക്കും എൻ്റെ 2h കട്ട്. സിമിലർലി ഇവിടെ ആയിരിക്കണം എൻ്റെ -1h കട്ട്, ഇവിടെ ആയിരിക്കണം എൻ്റെ -2h കട്ട്. ഓക്കെ, സോ കാര്യങ്ങൾ ക്ലിയർ ആയി. എൻ്റെ ഈ വെക്ടറിന് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന പോസിബിലിറ്റീസ് ഇങ്ങനെയൊക്കെയാണ് അല്ലേ. എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴാണോ ഈ പറഞ്ഞ +1h കട്ട്, അതുപോലെ +2h കട്ട്, -1h കട്ട്, -2h കട്ട്, ഈ പറയുന്ന ഐഗൻ വാല്യൂസ് എൽഇസഡിന് കിട്ടുക, അത്തരത്തിലാണ് എൻ്റെ വെക്ടറിന് ആക്ച്വലി സ്പേസിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. So based on that, you should make sure that the magnitude of the vector is not changing. So ഈ ലെങ്ത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇയാളെ നമ്മൾ കുറച്ചങ്ങോട്ട് തിരിക്കുകയാണ്. ഓക്കെ, ഒരു മേ ബി ഒരു ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ സെയിം ലെങ്ത്തിൽ ഈ ഒരു അറേഞ്ച്മെന്റ് പോസിബിൾ ആവില്ലേ. ഞാൻ അതിനിങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് ഡ്രോയിങ് ആണ്. സോ എൻ്റെ വെക്ടറിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റുവേഷൻ എന്താ, ലെങ്ത് √6h കട്ട് തന്നെയാണ്, പക്ഷേ ഇതിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എത്രയാ, 1h കട്ടാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാൻ കഴിയും, ഓക്കെ, ദിസ് ഷോസ് മൈ വെക്ടർ വിത്ത് m is equal to 1. m1നെ കറസ്പോണ്ട് ചെയ്യുന്ന വെക്ടർ ആണ് നിങ്ങൾ കാണുന്നത്. അതായത് നിങ്ങൾ കുറച്ചും കൂടെ ഓർബിറ്റൽ ടേംസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ m is equal to 1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പേസിലെ ഓറിയന്റേഷൻ ഇതുപോലെ ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയില്ലേ, m is equal to പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ വെക്ടർ ഏകദേശം ഇത്തരത്തിലായിരിക്കണം അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈവൻ ഇമേജ് കാണുമ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിലും ഇതെല്ലാം √6h കട്ടുന്ന സെയിം ലെങ്തിൽ തന്നെയാണ്. സോ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ടോർച്ച് അടിച്ച് നോക്കിക്കേ, പ്രൊജക്ഷൻ 0 ആണ്. നിങ്ങളുടെ ടോർച്ച് അടിച്ച് കഴിഞ്ഞാലോ ഈ നിഴൽ നേരെ ഇങ്ങോട്ടേക്ക് പോയി വീഴുമ്പോഴത്തേക്ക് നിങ്ങളുടെ നിഴലിന് ലെങ്ത് എത്രയാ, ഷാഡോ ലെങ്ത് 1h കട്ടാണ്. ഇനി ഈ വെക്ടറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങൾ ടോർച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ വീഴുന്ന ഷാഡോയുടെ ലെങ്ത് എത്രയായിരിക്കും, അത് √2 ടൈംസ് h കട്ടായിരിക്കും. ഓക്കെ, √2 ടൈംസ്. ഓക്കെ, ഞാനിവിടെ എഴുതിയതിനകത്ത് √2 അല്ല 2h കട്ടായിരിക്കും. ഫൈൻ, ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ഐഗൻ വാല്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. സിമിലർലി നെഗറ്റീവ് കിട്ടണമെങ്കിൽ എങ്ങനെയാ, ഈ പറഞ്ഞതിന് നേരെ ഒരു മിറർ ഇമേജ് കൺസ്ട്രക്ഷൻ ചെയ്താൽ പോരെ. സോ ഇതാണ് -1h കട്ട് ആൻഡ് ഇതാണ് നിങ്ങളുടെ -2h കട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വരച്ച ഇമേജിനകത്ത് മേ ബി നിങ്ങൾക്ക് ലെങ്ത് വേരിയേഷൻ തോന്നുമെങ്കിൽ മനസ്സിലാക്കുക, ആക്ച്വലി ലെങ്ത്തിൽ വേരിയേഷൻസ് ഇല്ല. ഫൈൻ, സോ ഇത് കാണിക്കുന്ന m is equal to 2 എന്ന അറേഞ്ച്മെന്റ് തന്നെയാണ്, ഇത് m is equal to -1 അറേഞ്ച്മെന്റ് തന്നെയാണ്, ഇത് m is equal to -2 അറേഞ്ച്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ മനസ്സിലായ എല്ലാവരും ഒരു സെക്കൻഡ് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ഇത്ര ഒന്ന് ക്ലിയർലി നോക്കുക. നിങ്ങളുടെ m is equal to 2 എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് ആക്ച്വലി 2h കട്ട് എന്ന ഐഗൻ വാല്യൂവിനെയാണ് Z കമ്പോണന്റിൽ തരേണ്ടത്. m is equal to 1 തരുന്ന 1h കട്ടിനെയാണ്, m is equal to -1 കട്ടിനെയാണ്, m is equal to -2 -2h കട്ടിനെയാണ്. സോ ഈ 5 തരത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയാം, നിങ്ങളുടെ ഡി ഓർബിറ്റൽ അഥവാ √6h കട്ട് എന്ന ഐഗൻ വാല്യൂ തരുന്ന ഒരു ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം വെക്ടറിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഈ 5 തരത്തിലായിരിക്കും മനസ്സിലാക്കുക. സോ ബേസ്ഡ് ഓൺ ദിസ് നിങ്ങൾക്ക് F ഓർബിറ്റൽ കേസ് കൺസിഡർ ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പി ഓർബിറ്റിൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറയാം ഓക്കെ ആക്ച്വലി ഈ പറഞ്ഞ വെക്റ്റർ ഇതൊരു ഒരു വെക്റ്റർ ആണല്ലോ, ഇതാണല്ലോ ശരിക്കും അതിൻ്റെ Z കമ്പോണൻറ്റ്. ഓക്കെ, നിങ്ങൾ നോക്കിയത് ഈ L വെക്റ്ററിൻ്റെ Z കമ്പോണൻ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ ഈ L വെക്റ്ററിന് Z കമ്പോണൻ്റ് ഇല്ല, 0 ആണ്. ആൻഡ് ഈ L വെക്റ്ററിൻ്റെ Z കമ്പോണൻ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഈ കാണപ്പെടുന്ന ഓരോ L വെക്റ്ററുകളും എൻ്റെ Z ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാം. ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിനെ നോക്കാം. ദ സ്മോളസ്റ്റ് പോസിബിൾ ആംഗിൾ ബിറ്റ്വീൻ ഇറ്റ്സ് ഓർബിറ്റൽ ആംഗിൾ മൊമെന്റം വെക്ടർ ആൻഡ് ദ Z ആക്സിസ്. Z ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർലി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, എൻ്റെ ഏറ്റവും ചെറിയ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും ഏറ്റവും ചെറിയ ആംഗിൾ ഇതാണല്ലേ, ഞാൻ അതിനെ തീറ്റ കൊടുക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എക്സാക്ട്ലി ദ സെയിം ആസ് ദിസ് ആസ് വെൽ. M is equal to -2 ആയാലും +2 ആയാലും ജനറൽ നമ്മൾ പറയും മോഡുലസ് ഓഫ് M = 2 ആകുന്ന സമയത്താണ് ഏറ്റവും ചെറിയ ആംഗിൾ ഉണ്ടാവുക. ആൻഡ് ഒബ്വിയസ്ലി ഏറ്റവും വലിയ ആംഗിൾ M is equal to 0 കറസ്പോണ്ടിങ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഈ തീറ്റ കണ്ടെത്താനാണ്. ഓക്കെ, ഈ തീറ്റ കണ്ടെത്താനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഞാൻ ഈ ഒരു തീറ്റ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു കളറിൽ തൽക്കാലം ഇവിടെ എൻ്റെ വെക്ടറിനെ കാണിക്കുകയാണ്. എൻ്റെ വെക്ടറിനെ ഞാൻ L എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ L എന്ന വെക്ടറിൻ്റെ കമ്പോണൻ്റ് അല്ലേ നിങ്ങളീ കാണുന്ന LZ, ശരിയല്ലേ? L എന്ന വെക്ടറിൻ്റെ Z കമ്പോണൻ്റ് അല്ലേ നിങ്ങളീ കാണുന്ന ലെങ്ത്. അപ്പോൾ എനിക്ക് തീറ്റ എന്ന ആംഗിളിനെ ഈ രണ്ട് ലൈൻസ് തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് ലെങ്ത്തുകൾ വെച്ചിൽ എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് കഴിയും? വളരെ ഈസിലി നമുക്കൊരു ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആലോചിച്ച് നോക്കാം. തീറ്റ എന്ന ആംഗിൾ അല്ലേ, അത് കോസോ സൈനോ ആകാം. കോസ് വെച്ചിട്ടോ സൈൻ വെച്ചിട്ടോ നമുക്ക് നോക്കാം. സോ എൻ്റെ കയ്യിൽ തീറ്റയ്ക്ക് എന്തൊക്കെ അടുത്തുള്ളത് ഞാൻ ചേർത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആണ്. സോ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ ഐ ഹാവ് അഡ്ജസൻറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് അഡ്ജസൻറ്റ് സൈഡിനെയും ഹൈപ്പോട്ടന്യൂസും കൂടെ കണക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അത് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. Fine. And if I have to extend it further, I can write that cos theta equal to adjacent side എന്നുള്ളത് ശരിക്കും ഇവിടെ LZ ആണ് അല്ലേ, LZ ആണ്, ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത് L ആണ്. സോ യൂഷ്വലി നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുക. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് LZ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് L. മേ ബി നിങ്ങൾ പല ഇടങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും ഡയറക്ട്ലി കോസ് തീറ്റയുടെ എക്സ്പ്രഷൻ ഇതാണ്. സോ ഹൗ ഡസ് ദിസ് കം, ആ ഫണ്ടമെന്റൽ ആണ് നമ്മൾ ഇത്ര നേരം കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ കോസ് തീറ്റ ഇസ് നത്തിങ് ബട്ട് it's a ratio of the magnitude of your Z component of the angular momentum vector to that of the angular momentum vector. So ഇവിടുത്തെ LZന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ അത് 2h കട്ടാണ്, ഡിവൈഡഡ് ബൈ നിങ്ങളുടെ Lന്റെ ലെങ്ത് എന്ന് വന്നിട്ടുള്ള എത്രയായിരുന്നു, അത് √6 times h കട്ടാണ്, √6h കട്ടാണ്. സോ ക്യാൻസലിംഗ് ദീസ് ടു ഔട്ട് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് തീറ്റ കോസ് തീറ്റ 2 ഡിവൈഡ് ബൈ √6 ആണ്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2 divided by √6. So I can find that. Okay, I can easily say that ഈ കാണപ്പെടുന്ന ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ കോസ് ഇൻവേഴ്സ് 2 by √6 ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്മോളസ്റ്റ് പോസിബിൾ ആംഗിൾ തീറ്റയാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, കോസ് ഇൻവേഴ്സ് 1 by √2 അതല്ല ആൻസർ. ഓക്കെ, സോ ദാറ്റ് ഇസ് എലിമിനേറ്റഡ്. കോസ് ഇൻവേഴ്സ് 1 by √3 അതുമല്ല ആൻസർ. സോ എയും സിയും എലിമിനേറ്റ് ആയി, കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളത് കോസ് ഇൻവേഴ്സ് 2 by √6 ആണ്. പക്ഷേ കോസ് ഇൻവേഴ്സ് 2 by √6 എന്ന ഓപ്ഷനും നമുക്ക് കാണാനില്ല. സോ അടുത്ത് എന്താ ചെയ്യാനുള്ളത്? ടാൻ ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സും കാണുന്നുണ്ട്. സോ സംഹൗ നമ്മുടെ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ നമുക്ക് സൈനിലേക്കോ അല്ലെങ്കിൽ ടാനിലേക്കോ മാറ്റാൻ കഴിയുമോ എന്ന് നോക്കാം. സോ വീണ്ടും വേണ്ടുന്നത് മാത്തമാറ്റിക്കൽ ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. സോ ലെറ്റ് us കൺസിഡർ ദാറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് കോസ് തീറ്റയുടെ വാല്യൂ 2 divided by √6 എന്നാണ്. ഓക്കെ, സോ എങ്ങനെ സൈനിലേക്കും ടാനിലേക്കും പോകാം? വളരെ ബേസിക് ആയിട്ടുള്ള എലമെൻ്ററി ഐഡൻറ്റിറ്റി ആണ് cos square theta plus sin square theta is equal to 1 എന്നുള്ളത്. ബേസ്ഡ് ഓൺ ദാറ്റ് ഇവിടെ 2 by √6 ആണല്ലോ കോസ് തീറ്റ. അങ്ങനെയെങ്കിൽ കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കും? 4 by 6 ആയിരിക്കും. പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ ഏതൊന്ന് വരുമ്പോഴാണ് ഈ സമ 1 വരിക? അത് ഒബ്വിയസ്ലി 2 by 6 ആണ്. സോ സൈൻ സ്ക്വയർ തീറ്റ എത്ര ആയിരിക്കണം? സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 2 by 6 ആയിരിക്കണം. Which shows that sin theta should be equal to sin square theta 2 by 6 ആണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ 1 by 3 ആയിരിക്കും. സോ ഐ ക്യാൻ സേ ദാറ്റ് എൻ്റെ സൈൻ തീറ്റയുടെ വാല്യൂ എത്ര വരണം? അത് 1 by √3 വരണം. വിച്ച് ഷോസ് ദാറ്റ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 by √3. സോ തീറ്റയുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് 1 by √3 വരണം. സോ ദ ആൻസർ ഷുഡ് ബി ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ അഗെയിൻ ക്വസ്റ്റ്യൻ്റെ ട്വിസ്റ്റോടെ കഴിയുന്നില്ല. To your surprise, let us just consider നമുക്ക് എങ്ങനെയാണ് ടാനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക.
ടാനിലേക്ക് കൊണ്ടുവന്നെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? അല്ലേ, സൈനും കോസും കിട്ടിയാൽ ടാനിലേക്ക് പോകാൻ വലിയ പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ is equal to tan theta equal to sin theta upon cos theta, right? So what I have understood is in this scenario tan theta equal to sin theta യുടെ വാല്യൂ 1/√3 ആണ്, ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഡിവൈഡ് ബൈ പറയുമ്പോൾ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. cos theta 2/√6 ആണ്, സോ √6/2. So what you get is tan theta equal to root of 6/3. അപ്പോൾ എത്ര കിട്ടും? √2/2. √2/2 എന്ന് വെച്ചാൽ 1/√2 ആണ്. സോ tan theta 1/√2 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും? തീറ്റ is equal to tan inverse 1/√2. സോ നിങ്ങളുടെ കിട്ടിയ ഒറ്റ ടാനിനെ തന്നെ ഒറ്റ തീറ്റനെ തന്നെ ടാൻ്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്താൽ tan inverse 1/√2 ആണ്, sin inverse 1/√3 ആണ്, അതുമല്ലെങ്കിൽ cos inverse 2/√6 ആണ്. ഓക്കെ, അപ്പോൾ ടാൻ ശ്രദ്ധിച്ച് നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് 1/√2 അല്ലേ? ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ഓപ്ഷൻസിൽ എന്താ പറയുന്നത്? ഓപ്ഷൻ ബിയും ടാൻ ഇൻവേഴ്സ് 1/√2 തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, CSIR നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് MCQs അല്ലേ വരും, MSQs വരില്ലല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ഇതിനകത്ത് ഒരാൾ മാത്രമാണ് ആൻസർ വരേണ്ടിയിരുന്നത്. പക്ഷേ ഇതൊരു ഓപ്ഷനിലെ മിസ്റ്റേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ CSIR ഈ 2025 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഓപ്ഷൻ ബിക്കും ഡിക്കും രണ്ടിനും മാർക്ക് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ ബി മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയേനെ, ഡി മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയേനെ. വേറെ ഒന്ന് മാർക്ക് ചെയ്താൽ കാര്യമില്ല, നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിയേനെ. ഓക്കെ, സോ ഇതിനാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും അതിന്റെ ഐഗൻ വാല്യൂവും അതിന്റെ Z കമ്പോണന്റും അതിന്റെ ഐഗൻ വാല്യൂമായിട്ട് കണക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ ഓൾമോസ്റ്റ് ഈ ഒരു തിയറി നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിരിക്കും. സോ ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. സോ കീപ് ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.